ഇതെന്താണമ്മേ? ഒക്കെ നിന്റെ ഫോട്ടോകളാ, കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കഴിഞ്ഞ മാസം വരെ ഉള്ളത്. ഓരോ ബർത്ത്ഡേക്കും ശിവപ്രസാദ് ഹോസ്റ്റലിൽ വന്ന് നിന്റെ ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നില്ലേ? പേരൻസിന് അയച്ചു കൊടുക്കാനാണെന്നും പറഞ്ഞ് ആ ഫോട്ടോകളാണ് ഇതൊക്കെ. ഇനി ഇതുകൂടി ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ നിനക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ട് അയക്കാതിരുന്ന ബർത്ത്ഡേ കാർഡുകളും ന്യൂ ഇയർ കാർഡുകളുമാ. എപ്പോഴാ നീ ഹോസ്റ്റലിൽ പോകേണ്ടത്? അമ്മ വിടുമ്പോ. കൂട്ടുകാരികൾ ചോദിക്കില്ലേ കുറെ ദിവസം എവിടെയായിരുന്നെന്ന്? എന്താ പറയേണ്ടത്? പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല അമ്മയുടെ കൂടെ ആയിരുന്നു എന്ന്. അയ്യോ, ഇതെന്തിനാ അമ്മേ? ഓ അതോ, വെറുതെ സുരക്ഷയ്ക്ക് വേണ്ടി. നിന്നെ പോലെ ഞാനും ഒറ്റയ്ക്കായിരുന്നില്ലേ, ചുറ്റും ശത്രുക്കളാ, ആരെയും വിശ്വസിക്കാനാവില്ല. അമ്മേ, എന്താ മായ കാണിക്കണേ? അതവിടെ വെച്ചേ. എന്റെ അച്ഛൻ ആരെന്ന് പറ, അല്ലെങ്കിൽ ഞാനിപ്പോ ഡിങ്. വേഗം പറ, അല്ലെങ്കിൽ ഞാനിപ്പോ ഡിങ്. എളുപ്പം പറഞ്ഞോ, അല്ലെങ്കിൽ ഞാനിപ്പോ ഡിങ്. വെറുതെ അല്ലേ അമ്മേ തമാശക്ക്? അമ്മ വിഷമിച്ചു പോയല്ലേ? എന്നെ ഇപ്പോഴും അങ്ങനെയാണോ കരുതിയത്? അതാദ്യം ഇങ്ങനെ കൊണ്ടുവാ. ഓ, അല്ലെങ്കിൽ ഞാനിപ്പോ ഞാൻ ശിവപ്രസാദിനോട് പറയാൻ പോവാ. എന്ത്? നിനക്ക് കോളേജിൽ നിന്ന് 2 ദിവസം കൂടി ലീവ് എടുക്കാൻ. അത്രയും നേരമെങ്കിലും ഒരുമിച്ചിരിക്കാമല്ലോ. താങ്ക്സ്. നാളെ നമുക്ക് വെക്കേഷൻ ബംഗ്ലാവിലേക്ക് പോവാം. അടിയന്തരമായി ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. മായയുടെ കാര്യം. ഇത്രയും കാലം അവൾ എന്തിനൊക്കെയോ വേണ്ടി ഞാൻ അകറ്റി വളർത്തി. ഇനി എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. ജന്മനാട്ടിൽ എനിക്കൊരു സ്വീകരണം ഉണ്ടല്ലോ. അത് എത്രാം തീയതിയാണ്? അത് 16-ാം തീയതി. അന്ന് എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എൻ്റെ സ്വരത്തിനും സ്വത്തിനും അവകാശിയായ ഒരു മകൾ എനിക്കുണ്ടെന്ന് ഞാൻ ലോകത്തെ അറിയിക്കുകയാണ്. അതിനു മുമ്പ് നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിയിരിക്കണം. അച്ഛൻ ആരെന്ന് ആരെങ്കിലും ചോദിച്ചാൽ? ആരും ചോദിക്കില്ല. അതുകൊണ്ടല്ല, പിന്നീടുള്ള സംഗീത സദസ്സുകളിൽ മാഡത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെടില്ലേ, ഗൗരവം നഷ്ടപ്പെടില്ലേ? പിന്നീട് എനിക്ക് സംഗീത സദസ്സുകൾ ഉണ്ടാവില്ല. 16-ാം തീയതിയിലേത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കച്ചേരിയായിരിക്കും. അതും ലോകത്തെ അറിയിച്ചേക്കൂ. വേറൊന്നുമില്ല, നിങ്ങൾക്ക് പോകാം. പതിനാറാം തീയതി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കും. അന്ന് എന്നെ അറിയുന്നവർ എൻ്റെ മകളെയും അറിയും. അത് കഴിഞ്ഞാൽ ഉടനെ ഒരുങ്ങിക്കൊള്ളു കല്യാണത്തിന് വേണ്ടി. നിന്റെ ഡോക്ടറെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കും. നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? വേണ്ടമ്മേ, അത് വേണ്ട. അത് തന്നെ വേണം. എൻ്റെ മകളല്ലേ നീ. നിന്റെ വാശി എനിക്കറിയില്ലേ. ഇതാണ് അച്ഛൻ, ഇതാണ് അമ്മ എന്നും പറഞ്ഞ് നിന്റെ ഡോക്ടർ തോൽപ്പിക്കണമെന്നല്ലേ ഉള്ളൂ നിനക്ക്. എല്ലാ വിശുദ്ധിയോടും കൂടി നിന്നെ കല്യാണ പന്തലിലേക്ക് അയക്കാൻ ഞാൻ ശ്രമിക്കും. ആരെയും വിഷമിപ്പിക്കാതെ, ആരെയും നോവിപ്പിക്കാതെ. നിന്റെ അച്ഛനെ നീ ശല്യപ്പെടുത്തരുതെന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. എത്രയും പെട്ടെന്ന് നിന്റെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടു വാ, ഞാൻ പറഞ്ഞോളാം എല്ലാം. അമ്മ ഇത് എന്തുദ്ദേശിച്ച? 16-ാം തീയതി നീ ഈ സാരിയാണ് ഉടുക്കേണ്ടത്. അന്ന് മായാവിനോദിന് വെട്ടിത്തിളങ്ങണം, എല്ലാവരും കണ്ണുവെക്കുമാറ്.
ഈ സാരി നിനക്ക് കല്യാണത്തിന് അണിയാനുള്ളതാണ്. നിന്റെ കല്യാണമൊക്കെ നടക്കട്ടെ. അത് കഴിഞ്ഞ് നിന്നെ താലോലിക്കാൻ പറ്റാത്ത ഈ കൈകൾ കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെങ്കിലും താലോലിച്ച് ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. അമ്മയ്ക്ക് സത്യമായിട്ട് വിഷമമൊന്നും ആവില്ലല്ലോ? ഏയ് ഇല്ല. എങ്കിൽ ഞാൻ രാവിലെ പൊയ്ക്കോട്ടെ, ഹോസ്റ്റലിലേക്ക് ഒന്ന് പോണം. ശരി, വേഗം വന്നേക്കണം. ആ. യ്യോ! ഹലോ. തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത നെറികെട്ട മായയാണ് ഞാൻ. വല്ലാതെ കോപിച്ചിരിക്കുകയാണെന്നറിയാം. എന്നാലും ഒരാൾക്ക് ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. കാണാമല്ലോ. എപ്പോഴാ? എപ്പോ ആണെങ്കിലും. നാളെ ഓക്കെ. വെച്ചോട്ടെ. പതിനാറാം തീയതിയാണ് ഫംഗ്ഷൻ. അത് നടന്നു കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുക എനിക്കും എന്റെ മക്കൾക്കും മാത്രമല്ല, ശിവപ്രസാദിനുമുണ്ട് വലിയ നഷ്ടം. എങ്ങനെ? ഒന്നും എന്നെ ഒളിപ്പിക്കണ്ട. വസുന്ധരാമ്മയ്ക്ക് തന്നെ നല്ല നിശ്ചയമില്ല. അവരുടെ സ്വത്തുക്കൾ എവിടെയൊക്കെ ആരുടെയൊക്കെ പേരിലാണ് കിടക്കുന്നതെന്ന് എല്ലാം അറിയാവുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. വസുന്ധരാമ്മയുടെ ഫാക്ടറികളിൽ ഒന്നിൽ വെറും ഒരു ക്ലർക്കായി ജീവിതം ആരംഭിച്ചാണ് മിസ്റ്റർ ശിവപ്രസാദ്. ഇന്ന് നിങ്ങൾക്ക് കാറുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ബംഗ്ലാവ് ഉണ്ട്, മുന്തിരി തോപ്പുകളുണ്ട്, എക്സ്പോർട്ട് ലൈസൻസുകൾ വരെയുണ്ട്. എല്ലാം വസുന്ധരാമ്മയുടെ ഔദാര്യങ്ങളാണ്, എപ്പോഴും തിരിച്ചെടുക്കാവുന്ന ഔദാര്യങ്ങൾ. ഇതെല്ലാം വസുന്ധരാമ നിങ്ങൾക്ക് നൽകിയത് കേവലം അവരുടെ ഒരു രഹസ്യം സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ രഹസ്യമാണ് 16-ാം തീയതി ലോകം അറിയാൻ പോകുന്നത്. പിന്നെ പതുക്കെ ശിവപ്രസാദിനുള്ളതൊക്കെ നഷ്ടമാകാൻ പോയ അവരങ്ങനെ ചെയ്യില്ല. എന്നോട് അവരങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങളോട് മാത്രമല്ല, ഞങ്ങളോടും അവരങ്ങനെ ചെയ്യില്ല. കേൺ അപേക്ഷിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും. അത് മതിയെങ്കിൽ ശിവപ്രസാദിന് ഇന്നുള്ളതൊക്കെ ശിവപ്രസാദിൻ്റെത് മാത്രമായി തീരണമെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കാവുന്ന ഒരു വാക്ക് മാത്രം മതി. സമ്മതിച്ചോ? സമ്മതമാണ്. പക്ഷെ എന്താ ചെയ്യാൻ കഴിയുക? 16-ാം തീയതിയിലെ ആ ചടങ്ങ് നടക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അമ്മയോ മകളോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കാനും പാടില്ല. അത്രയ്ക്കൊക്കെ പോണോ? പോണം, പോയേ തീരൂ. അമ്മ മരിച്ചാൽ മകൾ വെറുതെ വിടില്ല ആരെയും. മകൾ മരിച്ചാൽ അമ്മയും. ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കണം. അത് അമ്മയാണോ മകളാണോ എന്നത് നമ്മൾ ഇപ്പോൾ തീരുമാനമെടുക്കണം. എന്തിനാ കാണണോന്ന് പറഞ്ഞത്? അയ്യോ, എനിക്കല്ല, എന്റെ അമ്മയ്ക്കാ ഡോക്ടറെ കാണേണ്ടത്. കൂട്ടിട്ട് വരാമോന്ന് ചോദിച്ചു. അത് തന്നെ. എന്തിനാ? അതെനിക്കറിയില്ല. ഒരുപക്ഷെ ഇതെന്റെ മകളാണ്, കല്യാണം കഴിക്കുമെന്ന് ചോദിക്കാനായിരിക്കും. ചിലപ്പോ ആയിരിക്കും. അപ്പോ ഞാനങ്ങ് വന്ന് കെട്ടണോ? അതെ. ഈ മായാവിനോദിനിക്ക് എന്താ പലപ്പോഴും പല സ്വഭാവം? വട്ടുണ്ടോ? എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതൊക്കെ ഇത്ര പെട്ടെന്നങ്ങ് മറന്നോ? ഡോക്ടറുടെയോ ഡോക്ടറുടെ അമ്മയുടെയോ മുഖത്ത് നോക്കാൻ പോലും യോഗ്യത ഇല്ലാത്തവളാണ് ഞാനെന്ന് പറഞ്ഞതൊക്കെ മറന്നോ? ഓ അത് ശരി. അപ്പൊ ഇപ്പൊ യോഗ്യതയൊക്കെ വന്നോ? വന്നു എന്നാ തോന്നുന്നേ. സോറി, ഡോക്ടറെ തോൽപ്പിക്കേണ്ടി വന്നത് സോറി. എന്തിനായിരുന്നു ഈ വാശിയും വൈരാഗ്യവും ഒക്കെ? ഞാനൊരു പെണ്ണല്ലേ, കുറെ വാശിയും വൈരാഗ്യമൊക്കെ എനിക്ക് വേണ്ടേ? മാത്രമല്ല, ഞാൻ വിമൻസ് ലിബറേഷന്റെ ആളുമാ. അയ്യോ, ഒരയ്യോയില്ല. ഡോക്ടർ എപ്പോഴാ വരിക അമ്മയെ കാണാൻ? അമ്മയും അച്ഛനെയൊക്കെ നാളെ കാണാം. ഇന്ന് വർജിയം നാളാ. നല്ല കാര്യത്തിന് ഇറങ്ങിക്കൂടാ. നാളെ എപ്പോ? ഈ നേരത്ത് ഇവിടെ വന്നാൽ മതി. ഒരുമിച്ച് പോവാം. ഇന്നു മുതൽ ഞാൻ പ്രതീക്ഷിച്ചോട്ടെ മായ എന്റേത് മാത്രമാണെന്ന്. ഒരു ഉമ്മ തന്നോട്ടെ. ഇന്ന് വർജിയ നാളല്ലേ? അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ഇങ്ങോട്ട്
ആരാ ആരാ അവിടെ? സരോജിനി, ഗോപി, സരോജിനി, ഗോപി. അമ്മേ, ഞാൻ രവി, ബാലണന്റെ മകൻ രവി. അറിയാം. എന്താ ഇവിടെ ഈ നേരത്ത്? അച്ഛൻ പറഞ്ഞു ഈ പേപ്പറുകളെല്ലാം ഒന്ന് ഒപ്പിടിച്ചോണ്ട് ചെല്ലാൻ. ബാലണ്ണൻ എവിടെ? വീട്ടിലുണ്ട്. ഈ പേപ്പറുകളൊക്കെ എന്താ? എനിക്കറിയില്ല. എനിക്കല്പം ധൃതയുണ്ട്, ഇതൊന്ന് ഒപ്പിട്ട് തരണം. ഒപ്പിടുന്നുണ്ടോ ഇല്ലയോ? ഒപ്പിടുന്നോന്ന് അറിയുണ്ട. ഇടപ്പോ എന്താ എല്ലാവരും? അമ്മ എന്തേ? അമ്മയ്ക്ക് സുഖമില്ല, വളരെ സീരിയസ് ആണ്. എന്താ? നിൽക്കൂ പ്ലീസ്. ഇപ്പൊ അമ്മയെ കാണാൻ ആരും അനുവദിക്കുന്നില്ല. പറ്റില്ല, എനിക്ക് കാണണം. ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റ് അടുത്തേക്ക് ആരും വിടരുതെന്ന്. സോറി, ഞാനും ഒരു ഡോക്ടറാണ്. വാ. ദാ ഇവിടെ. അമ്മേ, അമ്മേ. ഇതെല്ലാം വെറുതെ.
അമ്മ ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഒട്ടും വൈകൂടാ. എങ്ങോട്ടാ വിളിക്കുന്നത്? ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ആംബുലൻസ് വരുത്തി ഇവരെ അഡ്മിറ്റ് ചെയ്യാനാ. അതിന് അധികാരപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. പക്ഷെ ഒട്ടും സമയം കളയാനില്ല. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ലെന്ന് അവരുടെ ഡോക്ടർമാർ തന്നെ പറഞ്ഞത്. ഇല്ല, ഒരു ഡോക്ടറും അങ്ങനെ പറയില്ല. അവരെ ഞാൻ അഡ്മിറ്റ് ചെയ്യും. അതിന്റെ ഡ്യൂട്ടിയാ. വിടാൻ! മായ ഇതൊരു ചതിയാണ്. എല്ലാരും കൂടെ ചേർന്ന് മായയുടെ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എത്രയും വേഗം അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അവർ ജീവനോടിരിക്കില്ല. മായ, this is a clean murder attempt. She is very serious. ഇൻസ്പെക്ടർ, അവിടെ കിടക്കുന്ന എന്റെ അമ്മയാണ്. എന്റെ അമ്മയെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിന് നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ. വസുന്ധരാദേവി നിന്റെ അമ്മയാണെന്ന് ആരാ പറഞ്ഞത്? ഇൻസ്പെക്ടർ, വസുന്ധരാമ്മ ഈ നിലയിലാകാനുള്ള കാരണം ഇവളാണ്. ആ അമ്മയ്ക്ക് അവിഹിതമായ ബന്ധത്തിലുണ്ടായ മകളാണെന്നും പറഞ്ഞ് നിരന്തരം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. പ്രോഗ്രാം നടന്ന സ്ഥലത്ത് നിന്ന് ആ അമ്മയെ ശല്യപ്പെടുത്തിയതിന് ഇവൾക്കെതിരെ ഒരു പോലീസ് കേസ് പോലും ഉണ്ട്. കള്ളമാണിത്, പച്ച കള്ളം. ഇൻസ്പെക്ടർ സാർ, ഇദ്ദേഹമാണ് ഇവളുടെ ലോക്കൽ ഗാർഡിയൻ. എല്ലാ സത്യവും അറിയാവുന്ന ഒരാൾ. അങ്കിൾ, പറ അങ്കിൾ, പറ അങ്കിൾ. അങ്കിൾ, അങ്കിൾ, എന്റെ അമ്മ. ക്ഷമിക്കണം ഇൻസ്പെക്ടർ, ഇദ്ദേഹമാണ് ഈ കുട്ടിയോട് വസുന്ധരാദേവിയാണ് അമ്മ എന്ന കളവൊക്കെ പറഞ്ഞത്. ഇദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേറൊരു ബന്ധത്തിലുണ്ടായ കുട്ടിയാണിവൾ. സ്വന്തം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി രഹസ്യമായി വളർത്തി വരികയായിരുന്നു ഇവളെ. അങ്കിൾ, ആ അങ്കിളും കൂടെ ചേർന്നാണ് ഇതൊക്കെ അല്ലേ? എന്താ കുട്ടി കാണിക്കുന്നത്? ഇവരൊക്കെ വസുന്ധരാദേവിയുടെ വളരെ അടുത്ത ആൾക്കാരാ. ഇവർ പറയുന്നത് കേൾക്കാനേ എനിക്ക് പറ്റൂ. അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ മകളാണെന്നതിന്? ഉണ്ട്, ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും അമ്മേ? ഇനി ഞാൻ എന്ത് ചെയ്യും അമ്മേ? അമ്മേ, കുട്ടി വെറുതെ ബഹളം വയ്ക്കാതെ പറയുന്നത് കേൾക്ക്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. പോയേ പറ്റൂ. മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. I say you get out. ഞാൻ പോവാണ്, പോയിച്ചു വരും. അതിനുള്ളിൽ എന്തെങ്കിലും എന്റെ അമ്മയ്ക്ക് സംഭവിച്ചാൽ അങ്കിളിന് അറിയാലോ മായേ. അവൾ പോയി കൂടുതൽ പ്രശ്നമാക്കുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തേക്കും. ഹായ് മായ. എന്താ മായ പെട്ടെന്ന്? ജയന്തി, നിന്റെ ഡാഡിയോട് ഒന്ന് പറയൂ എന്നെ സഹായിക്കാൻ. അങ്കിൾ, ആന്റി, പ്ലീസ് ഹെൽപ്പ് മീ. എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അമ്മ മരിച്ചു പോകും. എല്ലാവരും കൂടെ ചേർന്ന് എന്റെ അമ്മയെ കൊല്ലാൻ നോക്കുകയാണ്. ആരാണമ്മ? എവിടെയാ ഉള്ളത്? വീട്ടിലുണ്ട്. വസുന്ധരാദേവിയാണ് എന്റെ അമ്മ. ആര്? KS വസുന്ധരാദേവി. ആന്റി, ഞാൻ മകളല്ലെന്നും പറഞ്ഞ് ഒന്ന് അടുത്തിരിക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. പ്ലീസ് ഹെൽപ്പ് മീ ആന്റി. ആരാ മോടച്ഛൻ? എനിക്കറിയില്ല. എന്റെ അമ്മ പറഞ്ഞിട്ടില്ല. എന്റെ അമ്മ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മോളുണ്ടെന്ന്.
എന്റെ അച്ഛനും അറിയില്ല ഒന്നും. അതൊന്നും പറയാൻ നേരമില്ല അങ്കിൾ. പ്ലീസ് എന്തെങ്കിലും ചെയ്യൂ. എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നത്? എന്തെങ്കിലും ചെയ്യൂന്നേ. ജയന്തി, എന്റെ കൂടെ വന്ന് ഡോക്ടറെയും പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതും ഡാഡിയോടൊന്ന് പറയണേ. എനിക്കൊരു സമാധാനമില്ല. ഞാൻ പൊയ്ക്കോട്ടെ. ഹലോ, ഞാൻ വിനോദ് ശങ്കറാണ്. എങ്ങനെയുണ്ട് വസുന്ധരാദേവിക്ക്? എന്താ ഡാഡി? ലേശം വൈകിപ്പോയോന്നൊരു സംശയം. പറയൂ. 3 മണിക്കാണ് മരണം സംഭവിച്ചത്. ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഫാമിലി ഡോക്ടേഴ്സൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നാളെ പൊതുദർശനത്തിന് വേണ്ടി ഗവൺമെന്റ് ഓഡിറ്റോറിയത്തിൽ വെക്കുന്നുണ്ട്. അനന്തരാവകാശികൾ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വത്തിന്റെ കുറെ ഭാഗം അനാഥാലയങ്ങൾക്ക് എഴുതി വച്ചിരിക്കുകയാണ്. എന്റെ അമ്മയുടെ സ്വത്തുക്കളെല്ലാം നിങ്ങൾ എടുത്തിട്ട് അമ്മയെ മാത്രം എനിക്ക് തന്നൂടായിരുന്നു അങ്കിൾ. ഇനി എനിക്ക് എന്റെ അമ്മയുടേതായിട്ടുള്ള ഒന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്റെ അമ്മയെ കൊന്നതാണെന്നും ഞാൻ ആരോടും പറയില്ല. പറഞ്ഞാലും എന്റെ അമ്മ എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. പക്ഷേ 16-ാം തീയതിയിൽ ആ ഫംഗ്ഷന് എന്നെ മകളായി ലോകം അറിയണം എന്നമ്മ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹമെങ്കിലും നടക്കണം. ഞാൻ ഇനി ആ അമ്മയുടെ മകളായി തന്നെ അറിയപ്പെടണം. അങ്കിളിന് മാത്രമേ സഹായിക്കാൻ പറ്റൂ. അതിനിപ്പോ അത് നടക്കണം. അങ്കിളിനെ എന്നെ സഹായിക്കാൻ പറ്റും. എന്തും ചെയ്യാൻ ഞാൻ മടിക്കില്ല. കുട്ടി, അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ എല്ലാം പറഞ്ഞോളാം. നടന്ന എല്ലാം പറഞ്ഞോളാം. അവരെല്ലാം കൂടി ചേർന്ന് എന്നെ എവിടെ വേണമെങ്കിലും പറഞ്ഞോളാം. എങ്കിൽ വാ.
മായ, ഞാൻ കൊന്നു ജയന്തി. എന്റെ അമ്മയെ കൊന്നവരെ ഞാൻ കൊന്നു. നീ എന്ത് വേലയായി കാണിച്ചത്? ഞാനും നീയും ഒരു അച്ഛന് പിറന്ന മക്കളാണെന്ന് സന്തോഷം അറിയിക്കാനായി ഓടി വന്നതാ ഞാൻ. അച്ഛനെ ഞാൻ ഒരിക്കലും ശല്യം ചെയ്യരുതെന്ന് എന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ശല്യം ചെയ്തു. അതാണ് എന്റെ അമ്മ. ഇതെന്റെ അച്ഛൻ. ഇനി എന്നെ
നെഞ്ചകം പാടാകം താനം പല്ലവി സാധകം മറന്നതിൽ തേടിമുഖം നീനാമ്പരി വീണയിൽ കിഴപഴകിയ വേളയിൽ ഓമനെ അതിശയ സ്വരബിന്ദുവാ എന്നും നിന്നെ മീട്ടാ താനേ ഏറ്റുപാടാ എന്നും നിന്നെ മീട്ടാ താനേ ഏറ്റുപാടാ ശ്രുതിയിടും ഒരു പെണ്ണ്